Our next topic is geometric interpretation of the gradient. അപ്പോൾ നമ്മൾ ഗ്രേഡിയന്റ് ഫംഗ്ഷനെ നമ്മൾ എങ്ങനെ ജോമെട്രിക്കലി ഇന്റർപ്രറ്റ് ചെയ്യും എന്നാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 2 വേരിയബിൾ ഫംഗ്ഷന്റെ കേസാണ് പറയാൻ പോകുന്നത്. അപ്പോൾ 2 വേരിയബിൾ ഫംഗ്ഷന്റെ കേസിൽ ഫോർ എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് del f at a point P is orthogonal to the level curve at P. എന്നുവെച്ചാൽ ഗ്രേഡിയന്റ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ് ഈസ് ഓർത്തോഗണൽ ടു ദ ലെവൽ കർവ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ അതാണ് ജോമെട്രിക്കലി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഡെൽ എഫ് എന്ന് പറയുന്നത് ഒരു പോയിന്റിലെ ഡെൽ എഫ് അത് ആ പോയിന്റിലെ തന്നെ ലെവൽ കർവിന് ഓർത്തോഗണൽ ആയിരിക്കും അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. അതാണ് ഫസ്റ്റ് 2 വേരിയബിളിന്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Suppose that f of xy equal to c is the level curve of the differentiable function z equal to f of xy that passes through the point p of x naught y naught, that is f of x naught y naught equal to c. If this level curve is parametrized by the differential function x equal to g of t, y equal to h of t such that x naught equal to g of t naught and y naught equal to h of t naught, then f of xy equal to c implies f of g of t, h of t equal to c. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫംഗ്ഷന്റെ ലെവൽ കർവ് ആണ് എടുത്തേക്കുന്നത്. ഇത് ഫംഗ്ഷന്റെ ലെവൽ കർവ് ആണ്. f of xy equal to c എന്ന് പറഞ്ഞാൽ ലെവൽ കർവ് ആണ്. അപ്പൊ ആ ഫംഗ്ഷൻ ഏതാണ്? z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷന്റെ ലെവൽ കർവ് ആണ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി എന്ന് പറയുന്നത്. അപ്പൊ അത് പാസ് ചെയ്യുന്നത്, ഈ ലെവൽ കർവ് പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട് പി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. എന്ന് വെച്ചാൽ ഈ ലെവൽ കർവ് എന്ന് പറയുന്നത് എക്സ് നോട്ട് വൈ പി എന്ന് പറഞ്ഞ പോയിന്റിലെ ലെവൽ കർവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സിനും വൈക്കും പകരം എക്സ് നോട്ട് വൈ നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് സി ആയിരിക്കും. ഇഫ് ദിസ് ലെവൽ കർവ് ഈസ് പാരാമെട്രൈസ്ഡ് ബൈ ദ ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ. അപ്പൊ എന്ന് വെച്ചാൽ ഈ എക്സിനെ നമ്മൾ ടി എന്ന് പറഞ്ഞ പാരാമീറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ ജി ഓഫ് ടി എന്ന് റെപ്രസെന്റ് ചെയ്തു, വൈനെ അതുപോലെ എച്ച് ഓഫ് ടി എന്ന് റെപ്രസെന്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എക്സ് നോട്ട് എന്ന് പറയുന്നത് സം ജി ഓഫ് ടി നോട്ട് എന്ന് കൊടുക്കാം, വൈ നോട്ട് എന്ന് പറയുന്നത് സം എച്ച് ഓഫ് ടി നോട്ട് എന്ന് കൊടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി എന്ന് പറഞ്ഞ കർവിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എക്സിന് പകരം ജി ഓഫ് ടിയും വൈക്ക് പകരം എച്ച് ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എഫ് ഓഫ് ജി ഓഫ് ടി എച്ച് ഓഫ് ടി ഈക്വൽ ടു സി എന്ന് വരും. ഇനി നമ്മൾ ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഈ ഇക്വേഷനെ നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. ഈ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് വരും? എഫ് എന്ന് പറയുന്നത് ജി ഓഫ് ടിന്റെയും എച്ച് ഓഫ് ടിന്റെയും ഫംഗ്ഷനാണ്. അതിൽ ജി എന്ന് പറയുന്നതും എക്സ് എന്ന് പറയുന്നതും എന്താ ടിന്റെ ഫംഗ്ഷൻസ് ആണ്. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയിൻ റൂളാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ബൈ ചെയിൻ റൂൾ ഇപ്പൊ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 കൊടുക്കാം. ഡെറിവേറ്റീവ് ഓഫ് ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇതിന് എഫ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വൈന്റെ നമുക്ക് ഇതിനെ എക്സ് വൈ എന്ന് കൊടുക്കാം അല്ലെ. എക്സ് വൈ എന്ന് കൊടുത്തു കഴിഞ്ഞാല് അതാണ് എക്സും വൈയും ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ടിന്റെ ഫംഗ്ഷൻ ആണ്, അതുപോലെ വൈ എന്ന് പറയുന്നതും ടിന്റെ ഫംഗ്ഷൻ. അപ്പൊ എന്തുവരും? ചെയിൻ റൂൾ വെച്ചിട്ട് എഫ് 2 വേരിയബിളിന്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് വരും. ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ടിന്റെ ഫംഗ്ഷൻ. അപ്പോൾ അത് 1 വേരിയബിൾ ഫംഗ്ഷൻ ഡി എക്സ് ബൈ ഡി ടി പ്ലസ് അതുപോലെ ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. സിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ വിത്ത് റെസ്പെക്ട് ടു ടി, സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി അല്ല, വിത്ത് റെസ്പെക്ട് ടു ഏത് വേരിയബിൾ എടുത്താലും കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്.
അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു 0. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡെൽ എഫ് എടുക്കുക. Now consider del f of x y. Del ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, ഡോ എഫ് 2 വേരിയബിളിന്റെ കേസാണ്. അപ്പോൾ 2 ഫംഗ്ഷനേ ഉണ്ടാവുള്ളൂ. z എന്ന് പറഞ്ഞ വേരിയബിൾ ഇവിടെ ഇല്ല. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ. ഇനി അതുപോലെ നമ്മുടെ ആർ ഓഫ് ടി എന്ന് പറഞ്ഞ ജനറൽ ആയിട്ട് എന്താ, ആർ ഓഫ് ടി എന്ന് പറഞ്ഞ വെക്ടർ എന്താ, ജനറൽ ആയിട്ട് നമ്മൾ അതിനെ എഴുതാറ് എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ, ഇങ്ങനെയാണ് എഴുതാറ് അല്ലെ. അപ്പൊ അതില് ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത്. എന്ത് വരും? ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ എന്ത് വരും? ഡി എക്സ് ബൈ ഡി ടി ഐ പ്ലസ് ഡി വൈ ബൈ ഡി ടി ജെ കിട്ടും. ഇനി ഈ 2 വെക്ടറുകളുടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം. ഈ 2 വെക്ടറുകളുടെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ എന്ത് വരും? ഈ 2 വെക്ടറിന്റെ ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ കാണുന്നത്. അപ്പൊ എന്ത് വരും? ഡെൽ എഫ് ഓഫ് എക്സ് വൈ ഡോട്ട് വെക്ടർ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു, ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിന്റെ കമ്പോണന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് മീൻസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി, ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. നമുക്ക് ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് നമുക്കറിയാം ഇതിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പൊ ഫ്രം ഇക്വേഷൻ 1 എന്ത് കിട്ടും? ഡെൽ എഫ് ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 0, അല്ലെങ്കിൽ ഇത് ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഡെൽ എഫ് എന്ന് പറയുന്ന വെക്ടറും ആർ ഡാഷ് ഓഫ് ടിയും എന്താണ്? ഓർത്തോഗണലാണ്. സ്പെസിഫിക്കലി അറ്റ് ടി ഈക്വൽ ടു ടി നോട്ടില് ഇതിന്റെ വാല്യൂ കാണാം. എന്ന് വെച്ചാൽ ടി നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞ പോയിന്റ് ആയിരിക്കും അല്ലെ. ടി നോട്ടിൽ എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് വൈ നോട്ടിലുള്ള ആ വാല്യൂ ആണ്. ഡെൽ എഫ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട്. എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് ടി നോട്ട്, വൈ നോട്ട് എന്ന് പറഞ്ഞാൽ വൈ ഓഫ് ടി നോട്ട് ആണ്. ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി നോട്ട് എന്ന് പറയുന്നത് 0 കിട്ടും. എന്ന് വെച്ചാൽ ഇതിന്റെ 2 വെക്ടറുകളുടെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ ഒന്നെങ്കിൽ ഒരു വെക്ടർ 0 ആവണം, അല്ലെങ്കിൽ അത് ഓർത്തോഗണൽ ആവണം. അപ്പൊ ഇവിടെ ഡെൽ എഫ് എന്ന് പറയുന്നത് 0 അല്ല. അപ്പൊ ആർ ഡാഷ് ഓഫ് ടി 0 അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് രണ്ടും ഓർത്തോഗണൽ ആണ്. Thus if vector r dash of t naught not equal to 0, നമുക്ക് എന്ത് പറയാം? The vector del f of x naught y naught is orthogonal to the vector r dash of t naught. Orthogonal to the vector r dash of t naught. Orthogonal to the vector r dash of t naught എന്ന് പറയാം. അറ്റ് ഏത് പോയിന്റാ? അറ്റ് p of x naught y naught. അപ്പൊ നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞ റിസൾട്ട് കിട്ടും. അപ്പൊ ഹെൻസ് നമുക്ക് പറയാം for a function of 2 variables del f at a point p is orthogonal to the level curve at p. ലെവൽ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ലെവൽ കർവിന്റെ ടാൻജന്റ് വെക്ടറും ലെവൽ കർവ് അറ്റ് ദിസ് പോയിന്റിലെ ടാൻജന്റ് വെക്ടറും ഈ ആർ ഡാഷ് ഓഫ് ടി നോട്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് പഠിച്ചിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പറയാം ലെവൽ കർവും ഡെൽ എഫും ഓർത്തോഗണലാണ്. ഇനി നമ്മൾ 3 വേരിയബിൾ ഫംഗ്ഷന്റെ കേസാണ് നോക്കുന്നത്. ഫോർ എ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് 3 വേരിയബിൾസ് del f at a point p is normal
or perpendicular to the level surface at P. ഇപ്പോൾ 2 വേരിയബിളിന്റെ കേസിൽ ഓർത്തോഗണൽ എന്നാണ് നമ്മൾ പറയുക. ഇവിടെ 3 വേരിയബിളിന്റെ കേസിൽ നമ്മൾ നോർമൽ എന്നാണ് പറയുക. നോർമൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ എന്ന് പറയും. ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി be the level curve of a differentiable function w equal to f of x y z that passes through p of x naught y naught z naught. എന്നുവെച്ചാൽ w equal to f of x y z എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ലെവൽ കർവ് ആണ് f of x y z equal to c എന്ന് പറയുന്നത് അറ്റ് പോയിന്റ് p. ഇനി ഇതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എഴുതാൻ വേണ്ടി പോവാണ് നമ്മൾ. എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈക്വൽ ടു ജി ഓഫ് ടി, ഇസഡ് ഈക്വൽ ടു എച്ച് ഓഫ് ടി എന്ന് പറയുന്നതാണ് സി എന്ന് പറഞ്ഞ കർവിന്റെ പാരാമെട്രിക് ഇക്വേഷൻ. അതിൽ നമ്മൾ ഈ എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിനെ നമുക്ക് അപ്പൊ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ടി നോട്ട്, വൈ നോട്ട് ഈക്വൽ ടു ജി ഓഫ് ടി നോട്ട്, ആൻഡ് ഇസഡ് നോട്ട് ഈക്വൽ ടു എച്ച് ഓഫ് ടി നോട്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും? എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സിനെ നമുക്ക് എഫ് ഓഫ് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സിന് പകരം നമുക്ക് എഫ് ഓഫ് ടി എഴുതാം, വൈക്ക് പകരം ജി ഓഫ് ടി, സെഡിന് പകരം എച്ച് ഓഫ് ടി എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു സി. നമ്മൾ ഈ ഇക്വേഷൻ ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 1. ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 1 എന്ത് കിട്ടും? ഇവിടെ നമ്മൾ എഫ് എന്ന് പറഞ്ഞാൽ 3 വേരിയബിൾ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഓരോ വേരിയബിളും ടിയുടെ ഫംഗ്ഷനാണ് അല്ലെ. എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് ടിയുടെ ഫംഗ്ഷനാണ്. അപ്പോൾ ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു ടി നമുക്ക് എന്ത് കിട്ടും? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം എഫ് ഓഫ് എഫിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഫസ്റ്റ് ഡോ എഫ് ബൈ ഡോ എക്സ്, പിന്നെ എക്സ് എന്ന് പറയുന്നത് ടിന്റെ ഫംഗ്ഷനാണ്. അപ്പൊ ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡി സെഡ് ബൈ ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 വരും. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് ഇക്വേഷൻ നമ്പർ, ഇപ്പൊ ഈ കേസിൽ നമ്മൾ ഇത് ഇക്വേഷൻ നമ്പർ 3 കൊടുക്കാം, ഇത് ഇക്വേഷൻ നമ്പർ 4. അപ്പോ ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് 2 വെക്ടറുകളുടെ ഡോട്ട് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതിക്കൂടെ? നേരത്തെ കണ്ടതുപോലെ തന്നെ അതിനെങ്ങനെ എഴുതാം? ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് കെ, ഈ വെക്ടറിന്റെയും അതുപോലെ ഡി എക്സ് ബൈ ഡി ടി ഐ പ്ലസ് ഡി വൈ ബൈ ഡി ടി ജെ പ്ലസ് ഡി ഇസഡ് ബൈ ഡി ടി കെ, ഈ 2 വെക്ടറിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഈ ഓരോ വെക്ടറുകൾ എന്താണ്? ഇതെന്ന് പറഞ്ഞാല് ഡെൽ എഫ് ആണ് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇത് ഡെൽ എഫ് ആണ്, ഇതെന്ന് പറയുന്നത് ആർ ഡാഷ് ഓഫ് ടി ആണ് അറിയാം. അപ്പൊ ഇൻ പർട്ടിക്കുലർ നമ്മൾ ടീനെ ടി നോട്ട് എന്ന് കൊടുത്തു. ഇൻ പർട്ടിക്കുലർ അറ്റ് ടി ഈക്വൽ ടു ടി നോട്ട് നമുക്ക് എന്ത് കിട്ടും? ഇതിനെ ഡെൽ എഫ് എഴുതാം. ഡെൽ എഫ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഡോട്ട് വെക്ടർ ആർ ഡാഷ് ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോ ഇനി ആർ ഡാഷ് ഓഫ് ടി നോട്ട് 0 ആണെങ്കിൽ ഈ ഡോട്ട് പ്രൊഡക്റ്റ് 0 വരാം. ഇനി 0 അല്ലെങ്കിൽ എന്താ? ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കണം. എന്ന് വെച്ചാല് നമ്മൾ പറയും ഓർത്തോഗണൽ എന്നോ അല്ലെങ്കിൽ നോർമൽ എന്ന് പറയും. 3 വേരിയബിളിന്റെ കേസിലായതുകൊണ്ട് നോർമൽ എന്ന് പറയും. അപ്പൊ നമുക്ക് പറയാം when vector r dash of t naught not equal to 0, the vector del f at x naught y naught z naught is orthogonal to the tangent vector, vector r dash of t naught
അറ്റ് പി. പി എന്ന് പറഞ്ഞ പോയിന്റ് x0, y0, z0. അപ്പോൾ പിയിൽ ഓർത്തോഗണൽ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ 3 വേരിയബിളിന്റെ കേസിലായതുകൊണ്ട് നമുക്ക് ഇതിനെ എന്താ പറയും? ഫോർ എ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് 3 വേരിയബിൾസ് ഡെൽ എഫ് അറ്റ് എ പോയിന്റ് പി ഈസ് നോർമൽ ടു ദ ലെവൽ സർഫേസ് അറ്റ് പി. അപ്പോൾ ഇതിന് ടാൻജന്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ആ ലെവൽ സർഫേസിന്റെ ടാൻജന്റ് വെക്ടറും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ടാൻജന്റ് വെക്ടറിന് നോർമലാന്ന് പറയുന്നത് പോലെ നമുക്ക് എന്ത് പറയാം? ലെവൽ സർഫേസിന് നോർമലാന്ന് നമുക്ക് പറയാം. അപ്പൊ ലെവൽ സർഫേസിന് നോർമലാണ്. ഇവിടെ ടാൻജന്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷന്റെ കേസിലാണ്. അപ്പൊ ടാൻജന്റ് വെക്ടറും ഡെൽ എഫും ഓർത്തോഗണൽ ആണെങ്കിൽ ഇതിന്റെ ലെവൽ സർഫേസിന് ഡെൽ എഫ് നോർമൽ ആയിരിക്കും. ലെവൽ സർഫേസ് എന്ന് പറയുമ്പോൾ 3 ഡയമെൻഷനിലാണ്. അപ്പൊ അതിനെ നോർമൽ എന്നാ പറയുക. 3 ഡയമെൻഷനിലായതുകൊണ്ട് നമ്മൾ നോർമൽ എന്ന് പറയും. അപ്പൊ ആ ലെവൽ സർഫേസ് ഏത് ഡയറക്ഷനിൽ എടുത്തു കഴിഞ്ഞാലും നോർമൽ ആയിരിക്കും ഡെൽ എഫിന്. അപ്പൊ ഇങ്ങനെയാണ് ജോമെട്രിക്കലായിട്ട് നമുക്ക് ഡെൽ എഫും ഫംഗ്ഷനും തമ്മിലുള്ള റിലേഷൻ, ഡെൽ എഫിനെ പറ്റി നമുക്ക് ജോമെട്രിക്കലി ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ്.